ഇവന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഈ കെടുക്കണത്. പാമ്പ് ഇര വിഴുങ്ങിയ പോലെ കെടുക്കണ കണ്ടില്ലേ. ഇവൻക്ക് കുറച്ച് കാലമായിട്ട് തീരെ സ്പീഡില്ല. ഇവൻക്ക് മാത്രമല്ല ഇവന്റെ കൂട്ടുകാർക്കും അതൊന്ന് ശരിയാക്കി എടുക്കണം. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എത്ര പെട്ടെന്നല്ലേ ഓരോ മാസം കയറി പോണത്. ഇന്ന് 18-ാം തീയതി 18-ാം തീയതി ശനിയാഴ്ച, ജൂലൈ 18-ാം തീയതി. ഈ മാസം പകുതിയോളം കയറിപ്പോയി. എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കയറിപ്പോണത്. ഇവിടെ ഇന്ന് ഈ നേരം കുറച്ച് വെയിലിൻ്റെ ഒരു ആശ്വാസമുണ്ട്. അതങ്ങനെ തന്നെയാണ്. രാവിലെ ഒരു 10 മണി വരെ വെയിലുണ്ടാകും, പക്ഷെ ചൂട് കുറവാകും. 10 മണിക്ക് ശേഷം തിളച്ച ചൂടാണ്. അപ്പോൾ ഇന്നത്തെ ഓഫീസിലേക്കുള്ള യാത്രയിലാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്നെല്ലാം അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഒരിക്കലും നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അന്നേരം തന്നെ ഓടിച്ചു കൊണ്ടുപോകരുത് കേട്ടോ. കാരണം ഇതാണ്, വണ്ടി എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെപ്പോഴും ഹൈലാകും. പിന്നെ അത് താന്നിട്ട് വന്ന് നിൽക്കണം, ആ ഒരു ഫങ്ഷൻ ആയിട്ട് വരണം. കണ്ടില്ലേ, ഇപ്പം ശരിക്കും താന്ന് അതിൻ്റെ പൊസിഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വന്ന് നിന്നതിൻ്റെ ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോകാൻ പാടുള്ളൂ. ചിലരുണ്ട്, കണ്ടിട്ടുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്യും അന്നേരം തന്നെ എടുത്തിട്ട് പോകും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ചില വർക്കുണ്ട്, അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്, ഞങ്ങൾ കയ്യിൽ നിൽക്കില്ല. അങ്ങനത്തെ ഒരു വർക്കുണ്ട്. ഇന്ന് അത് സപ്ലയർക്ക് കാണിച്ചു കൊടുക്കണം. ഇപ്പം നേരെ 9:15 10 മണിക്ക് ഒരു സൈറ്റിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പോക്ക് അങ്ങോട്ടാണ്. ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് മാൻ പവർ ഷോർട്ട് ആകുമ്പോഴേ, ഞങ്ങളുടെ സൈറ്റിൽ കംപ്ലീറ്റ് മാൻ പവർ ബിസി ആകുമ്പോൾ ഇതേപോലെ തന്നെ തേർഡ് പാർട്ടിക്ക് പല വർക്കും കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ചിലപ്പം മറ്റുള്ള കമ്പനികൾക്ക് മാൻ പവർ പോരെങ്കിൽ ഇല്ലെങ്കിൽ അവർ മെറ്റീരിയൽ തരും. അവർക്ക് ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടുള്ള മാൻ പവർ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെയും കൊടുക്കും. അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ചില നേരത്ത് മെറ്റീരിയൽ പ്ലസ് മാൻ പവറും കൂടെയും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് സൈറ്റിക്ക് പോയി നോക്കാം. കുറച്ച് ദൂരം ഓടാനുള്ളൊരു സൈറ്റാണ്. ഒരു 40 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടുന്ന്. ഒരു കാര്യം പറഞ്ഞിരട്ടെ, ഇന്ന് രാവിലെ ഞാൻ ഓഫീസിലെത്തിയപ്പോൾ എനിക്ക് കുറച്ച് CV നോക്കാനുള്ള, CV ചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. ഈ പറയുന്നത് ജെൻസി പിള്ളേരോടും കൂടെ കൂടിയിട്ടാണ് കേട്ടോ. ജെൻസി പിള്ളേർ മാത്രമല്ല, പൊതുവെ കുറച്ച് ആൾക്കാർ CV അയക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്യാറുണ്ട്. CV അയക്കുമ്പോൾ അല്ലെങ്കിൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു തെറ്റ് ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ, നിങ്ങൾ ജോലിക്കുള്ള ഇമെയിലാണ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ അതിൽ 786 1001 അതേപോലെ റോക്കറ്റ് ഒരു പേര് കഴിഞ്ഞിട്ട് സ്ലാഷ് കഴിഞ്ഞിട്ട്, ഇന്ന് ഞാനൊരു പേര് ശ്രദ്ധിച്ചത് രാജേഷ്/റോക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് @gmail.com. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഒരു HR മാനേജർക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ ഒരു CEO മാനേജർ ആർക്കും അത്തരം ഒരു ഇമെയിലിനോടൊരു അപ്പോൾ അങ്ങനത്തെ അത്തരം മെയിൽ ഒഴിവാക്കുക. ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സാധാരണ പേഴ്സണൽ വേറെ എന്തിനെങ്കിലുമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചോളൂ. പക്ഷെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ മെയിൽ ഒഴിവാക്കുന്നതാണ്, അങ്ങനത്തെ മെയിൽ ID ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് കൂടുതൽ കണ്ടിട്ടുള്ളത് ഈ പുതിയ പിള്ളേരെ അടുത്താണ് കേട്ടോ. അതായത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുമ്പോൾ അറിയാലോ ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്, ഏത് ഏജിലുള്ള ആൾക്കാരാണ് ഇത് അയച്ചിട്ടെന്ന് അറിയാലോ. 10th കഴിഞ്ഞവർ, +1 +2 കഴിഞ്ഞവർ, ഇങ്ങനത്തെ ആൾക്കാരുടെയിലും അതെല്ലാം കാണാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ CV, അങ്ങനത്തെ മെയിൽ ID ക്രിയേറ്റ് ചെയ്യരുത് ഒരിക്കലും CVയിൽ വെക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങളെ പേരെന്നായിട്ട് മെയിൽ ID ഉണ്ടാക്കുക. പേര് മാത്രം വെച്ചിട്ട് മെയിൽ ID ഉണ്ടാക്കുക. ഇനി അത് കിട്ടണില്ലെങ്കിൽ നിങ്ങൾ ഇനീഷ്യലും കൂടെ കൂട്ടിക്കോ. ചിലപ്പോൾ മെയിൽ ID ഉണ്ടാക്കുമ്പോൾ അത് മാത്രം കിട്ടിക്കോണമെന്നില്ല. അന്നേരം നിങ്ങളെ ഇനീഷ്യലിൻ്റെ ഷോർട്ടോ വേറെ എന്തെങ്കിലും 2 അക്ഷരം കൂടെ കൂട്ടിയാൽ മതി. അല്ലാണ്ട് ഇതേപോലെ 1001 വേറെന്തെങ്കിലും വാക്ക്, കുറച്ച് നമ്പർ, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ ഇതേപോലെ തന്നെ റോക്കറ്റ് അല്ലെങ്കിൽ ബോംബ് എന്നൊന്നും പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കരുത്. ഞാൻ ഇതൊരു സബ്ജക്റ്റാക്കി എടുത്തുകൊണ്ട് ഒരു ദിവസം പറയാം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഏത് ടൈപ്പ് മെയിൽ ID ഉപയോഗിക്കണം, എങ്ങനത്തെ മെയിൽ ID വെക്കണം, അതേപോലെ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം ഒരു CV ഉണ്ടാക്കുമ്പോൾ.
CV അയക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എൻ്റെ അടുത്ത ബ്ലോഗിലോ അല്ലെങ്കിൽ വേറൊരു സബ്ജക്റ്റായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റിയിട്ട് പറയാം. ഇന്ന് ശനിയാഴ്ച ഒട്ടുമിക്ക ഗവൺമെൻറ് കമ്പനികളും ഓഫീസുകളൊക്കെ ഒഴിവാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ തിരക്കും കുറവാണ്. മിഞ്ഞാന്ന് പുലർച്ചെ 3:30 ഏകദേശം സുബൈൻ്റെ കുറച്ച് മുമ്പ്, ബാങ്കിൻ്റെ കുറച്ച് മുമ്പ് റൂമിൻ്റെ ജനലും കംപ്ലീറ്റ് വിറച്ചു പോയൊരു ദിവസമായിരുന്നു. എന്താ സംഭവിച്ചാൽ ഇറാനും മിസൈൽ അയച്ചിട്ട് അത് ഖത്തർ ഇൻ്റർസെപ്റ്റ് ചെയ്തതായിരുന്നു. നമ്മുടെ നാട്ടിൽ കിണറിലെല്ലാം പാറ വെടിവെച്ച് പൊട്ടിക്കുമ്പോഴൊരു സൗണ്ട് ഓം എന്ന് പറഞ്ഞിട്ടുള്ള അതേപോലെ 2-3 സൗണ്ട് ഒരേ നേരത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഇടവിട്ടിട്ട് പിന്നെ പലപ്പോഴായിട്ട് ചെറിയ ചെറിയ സൗണ്ടുകൾ. ശരിക്കും ഗവൺമെൻറ് അലർട്ട് മെസ്സേജ് എല്ലാം അയച്ചിട്ടുണ്ട്. പക്ഷെ മൊബൈൽ ഓഫായിട്ട് ഈ സംഭവങ്ങളൊന്നും കേട്ടില്ല, അലർട്ടൊന്നും കേട്ടില്ല. അങ്ങനെ നമ്മൾ പലതും പറഞ്ഞ് സൈറ്റ് എത്താറായി. ഇനി ഇവിടുന്ന് ഒരു 500 മീറ്ററും കൂടെ ദൂരമുള്ളൂ. ഇന്നത്തെ പരിപാടി ഇതായി. അങ്ങനെ സൈറ്റ് എത്തി. കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കൂടെ തന്നെ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇവിടെ ഫയർ സിസ്റ്റം മെയിൻ്റനൻസും എടുത്തിട്ടുണ്ട്. ഫയർ സിസ്റ്റം മാത്രമല്ല, ഇവിടുത്തെ ജനറേറ്റർ, എയർ വെന്റിലേഷൻ സിസ്റ്റം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫാക്ടറി. അതായത് ഇവർ പരിപാടി പലയിടത്തും വെച്ചിട്ടുള്ള ബാനേഴ്സ്, ഹോൾഡിങ്, ഇതെല്ലാം ഇവരെ അണ്ടറിൽ വരുന്നതാണ്. അതിൻ്റെ പരസ്യം മാറ്റലും അതും ഇവർ പലയിടത്തുനിന്ന് കോൺട്രാക്ട്, അതിൽ പരസ്യം വെക്കലും അതിൻ്റെ പരസ്യങ്ങൾ മാറ്റലൊക്കെ ഇവരെ പരിപാടിയാണ്. അതിൻ്റെ ഒരു സാമ്പിൾ ബോർഡാണ് ഈ കാണുന്നത്. ആ ചുമരിൽ മതിൽമ ചാരി വെച്ചിരിക്കണത് ഗ്ലാസ് ഇട്ടിട്ട്. അപ്പോൾ ഇവിടുത്തെ അതിൻ്റെ ഒരു സാമ്പിൾ ബോർഡാണ്. അതേപോലെ ഒരു സാമ്പിൾ ബോർഡ് ഇവിടെയും കൂടെ ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കാലിൽ കാണുന്നത്. ഇവിടെ ഇങ്ങനത്തെ കുറച്ച് എയർ വെന്റിലേഷൻ ഫാനാണുള്ളത്. ഇത് ആ ഫാനിൻ്റെ ഡക്റ്റാണ്. ഇത് എന്താ വെച്ചാൽ ഇതിന് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഫാൻ്റെ സ്പീഡ് കിട്ടണില്ല. നമുക്ക് വേണ്ട ഒരു സ്പീഡ് കിട്ടണില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഈ സൈറ്റിൽ. ഇതേപോലെ ഒരു 8 ഫാനുണ്ട് ഇതേപോലെ. മറ്റേ ഫാനിന് നോക്കുമ്പോൾ ഇത് ചെറിയ ഫാനാണ്. ഇതിൻ്റെ MCC യൂണിറ്റ് എല്ലാം താഴത്താണുള്ളത്. ഇത് മുകളിലുള്ള ഫാനിൻ്റെ യൂണിറ്റാണ്. എല്ലാ ഫാനും ഈ ഫാക്ടറി ഏത് മുമ്പ് ഇതിൻ്റെ കണക്ഷനെല്ലാം പോയിട്ട് അതിൻ്റെ പൈപ്പും കാര്യങ്ങളെല്ലാം മാറ്റിയതാണ്. അതിലേക്ക് വേണ്ട ഇലക്ട്രിക്കൽ വർക്ക് കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചതാണ്. പക്ഷേ എന്നിട്ടും ഇതിന് വേണ്ട സ്പീഡ് കിട്ടുന്നില്ല, ഫാന് വേണ്ട സ്പീഡ് കിട്ടുന്നില്ല. അപ്പോൾ താഴത്ത് പോയിട്ട് ചെക്ക് ചെയ്യാം. ഈ ഡോറൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചാണ് കേട്ടോ. ഇവിടുത്തെ സിസ്റ്റമാണ് ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പാനലുണ്ട് ഇവിടെ. പ്ലൈവുഡിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് കണ്ണെരിഞ്ഞു പോകണം.
cell. Is it 2 speed or 1 speed fan? And you have 2 fans, they are not running. അതായത് ഇവിടെ നിന്നുള്ള സ്മോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് മുകൾക്ക് ടെറസിൻ്റെ മുകൾക്ക് കൊണ്ടുപോയിട്ട് അയക്കുന്നതാണ് അതാണ് ഇതിൻ്റെ ഉപയോഗം. ഇവിടെ എന്തെങ്കിലും തീപിടുത്തുണ്ടായാൽ ഇവിടുത്തെ സ്മോക്ക് കാര്യങ്ങളെല്ലാം മേലേക്ക് കൊണ്ടുപോയിട്ട് വിടും. ഓക്കെ ഇൻഷാല്ലാ. ഓക്കെ. ഓ ഒറ്റ സൈറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തളർന്നു പോയി, ക്ഷീണിച്ചു പോയി. ഒത്തര മണി തലൻ്റെ മുകളിലാണ് സൂര്യൻ. എനിക്ക് ഇതേപോലെയുള്ള വള്ളി സൈറ്റുകളിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അത് ഫയർ സിസ്റ്റം ആയിക്കോട്ടെ, എയർ ഡാമ്പർ ആയിക്കോട്ടെ, വെന്റിലേഷൻ, ഒരുപാട് കാര്യങ്ങൾ പല വള്ളി സൈറ്റിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ശരിക്ക് എനിക്കിവിടെ നിന്ന് വരേണ്ട ഒരു ആവശ്യമില്ല. കാരണം വെച്ചാൽ ടെക്നീഷ്യൻ ഉണ്ട് കൂടെ, അവർ നോക്കിക്കോളും. പക്ഷേ പല കാര്യങ്ങളും ടെക്നിക്കലായിട്ടുള്ള പല കാര്യങ്ങളും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് ഇന്ന് ഞാനിവിടെ. സൈറ്റ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അടുത്ത ചായ കുടിക്കാൻ കരുതിയിട്ട് സൈറ്റിൻ്റെ അടുത്തുള്ള ഇവിടെ വന്നതാണ്. പുതിയത് വരുന്നൊരു സൂപ്പർ മാർക്കറ്റാണ് സഫാരി. പക്ഷെ ഇത് ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഓപ്പൺ ആയിട്ടില്ല എന്ന്. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും കെഫ്റ്റീരിയ, മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കെഫ്റ്റീരിയ ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാ. അപ്പോൾ ഇനി നേരെ പോട്ടെ. ഈ ഒരു പ്രൊട്ടക്ഷൻ കവർ ഇട്ടു. ഇപ്പം നേരെ 1 മണിയായി. 1 to 2 ലഞ്ച് ബ്രേക്കാണ്. ഈ കാണുന്നതാണ് എൻ്റെ വീട്. അങ്ങനെ ഇനി ബാക്കിയുള്ള പരിപാടി ഇന്ന് ഉച്ചൻ്റെ ശേഷം. ഓ ഇന്നത്തെ ടഫ് കുറച്ച് സൈറ്റ് ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റൂല. ഇന്നത്തെ പണി കഴിഞ്ഞു. ഇപ്പം നേരെ ഇവിടെ 7 മണിയായി. മഗ്‌രിബും കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ നീ നേരെ വീട്ടിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് 2 ഉച്ചയ്ക്ക് ശേഷമുള്ള വർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന് അത് കഴിഞ്ഞതിന് ശേഷം പോയ 1-2 സൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല അത് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ക്ലയൻറ്റിൻ്റെ പെർമിഷനൊന്നുമില്ല ഇവിടെ കാണിക്കാൻ, കുറച്ച് സ്ട്രിക്റ്റ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, നേരെ വീട്ടിലേക്ക് പോവാണ്. ചേട്ടാ തിരിച്ച് വണ്ടിക്ക് തന്നെ പോകണം. ഞാൻ തിരിച്ചു വരുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനം വാങ്ങിയിരുന്നു, അത് വണ്ടിയിൽ വെച്ച് മറന്നുപോയി. അപ്പോൾ അതെടുക്കട്ടെ പോയിട്ട്. സ്പർശം എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഹായ് ഹായ്. ആവുന്നു. ശരിക്കും ഇന്നത്തെ ചൂടായിട്ട് ക്ഷീണിച്ചു പോയി. കുറേ ദിവസം ഹോട്ടലിൽ നിന്ന് കഴിക്കും, കുറേ ദിവസം ഫുഡ് ഉണ്ടാക്കി കഴിക്കും. ഇങ്ങനെയൊക്കെ കൂടെയുള്ളൊരു മിക്സ്ഡ് പരിപാടിയാണ്. ഒന്നും അങ്ങോട്ട് മെനാവണില്ല. ചില ദിവസങ്ങൾ ഒരു മൂഡുണ്ടാവില്ല.